ಅನ್ಯ ಕೋಮಿನ ಯುವಕನಿಂದ ಹಿಂದೂ ಯುವತಿಯ ಅಪಹರಣ ಪ್ರಕರಣಕ್ಕೆ ಸಂಬಂಧಿಸಿ ಯುವತಿಯ ತಂದೆ ವಿನೋದ್ ಕುಮಾರ್ ಅವರು ತನ್ನ ಮಗಳನ್ನು ನಟೋರಿಯಸ್ ಕ್ರಿಮಿನಲ್ ಮೊಹಮ್ಮದ್ ಅಶ್ಫಾಕ್ನಿಂದ ರಕ್ಷಿಸುವಂತೆ ಮಾಧ್ಯಮದ ಮುಂದೆ ಕಣ್ಣೀರು ಹಾಕಿದ್ದಾರೆ. ಮಂಗಳೂರಿನಲ್ಲಿ ಗುರುವಾರ ಮಾಧ್ಯಮದವರ ಜೊತೆ ಮಾತನಾಡಿದವರು, ನಾನು ಅಲ್ಲಿನ ಜಮಾತ್ ಹೋಗಿ ನನ್ನ ಮಗಳನ್ನು ಆತನಿಂದ ರಕ್ಷಿಸಿಕೊಡು ಮನವಿ ಮಾಡುತ್ತೇನೆ ಎಂದು ಕಣ್ಣೀರು ಹಾಕಿದರು. ಕರ್ನಾಟಕ ಸರ್ಕಾರ ಹಾಗೂ ಮಂಗಳೂರು ಪೊಲೀಸರು ನನಗೆ ಸಹಾಯ ಮಾಡಬೇಕು ಎಂದು ಮನವಿ ಮಾಡಿದ್ದಾರೆ. ಜೂನ್ 6ರಂದು ಅವಳು ಅಶ್ಫಾಕ್ ಜೊತೆ ಆಕೆಗೆ ಪ್ರೇಮ ಇರುವುದು ಗೊತ್ತಾಯಿತು. ಅದಕ್ಕಾಗಿ ಬುದ್ಧಿ ಹೇಳಿ ಉಳ್ಳಾಲದ ಸಂಬಂಧಿಕರ ಮನೆಗೆ ಕಳುಹಿಸಿದ್ದೆವು. ಆದರೆ ಆತ ಅಲ್ಲಿಗೂ ಬಂದು ಜೂನ್ 30ರಂದು ಆಕೆಯನ್ನು ಅಪಹರಿಸಿದ್ದಾನೆ. ಮಗಳನ್ನು ಕರೆತರಲು ಸಾಕಷ್ಟು ಪ್ರಯತ್ನ ಮಾಡಿದರೂ ಸಾಧ್ಯವಾಗಿಲ್ಲ ಎಂದು ದುಃಖಿಸಿದರು. ನಗರದ ಖಾಸಗಿ ಕಾಲೇಜಿನಲ್ಲಿ ಮಗಳು BCA ಓದುತ್ತಿದ್ದಳು. ನಾನು ಸೆಂಟ್ರಿಂಗ್ ಕೆಲಸ ಮಾಡುತ್ತಿದ್ದೇನೆ. ದ್ವಿತೀಯ ವರ್ಷದ ಡಿಗ್ರಿಗೆ ಶುಲ್ಕ ಕಟ್ಟುವುದಕ್ಕೆ ಹಣ ಇರಲಿಲ್ಲ. ಹಾಗಾಗಿ ಅವಳು ಶಿಕ್ಷಣ ಮೊಟಕುಗೊಳಿಸಿದ್ದಳು. ಬಳಿಕ 2 ತಿಂಗಳು ಕಾಸರಗೋಡಿನಲ್ಲಿ ಕೆಲಸ ಮಾಡುತ್ತಿದ್ದಳು. ಈ ವೇಳೆ ಮೊಹಮ್ಮದ್ ಅಶ್ಫಾಕ್ನ ಪರಿಚಯ ಆಗಿರಬೇಕೆಂದವರು ತಿಳಿಸಿದರು. ಊರವರು ಹೇಳುವ ಪ್ರಕಾರ ಆತನಿಗೆ ಈಗಾಗಲೇ 2 ಮದುವೆಯಾಗಿದೆ. ಆತನ ಮೇಲೆ 16ಕ್ಕೂ ಹೆಚ್ಚು ಕೇಸುಗಳಿವೆ. ಆತನನ್ನು ಬಂಧಿಸಿ ಕಠಿಣ ಕ್ರಮ ಕೈಗೊಳ್ಳಬೇಕೆಂದವರು ಆಗ್ರಹಿಸಿದ್ದಾರೆ. എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയി. അസ്പാക്കാരുന്ന ഒരു ക്രിമിനലാണ് എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്. ജൂൺ 4 ഞാൻ തട്ടിക്കൊണ്ടുപോയി. എൻ്റെ ആടുന്ന് എൻ്റെ മോളെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ നമുക്ക് ആടുന്ന് നമുക്ക് മടക്കി തന്നു. വീണ്ടും അവൻ എൻ്റെ മോളെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയാണ് ചെയ്തത്. എനിക്ക് എൻ്റെ മോളെ ആകെയുള്ളൊരു മോളാണ്. അവളെനിക്ക് തിരിച്ചു കിട്ടണം. ഉള്ളാളത്തുനിന്ന് ഉള്ളാളം പോലീസ് സ്റ്റേഷൻ. അതെ, ഇപ്പോൾ പാണ്ഡ്യേശ്വരം പോലീസ് സ്റ്റേഷനിൽ ആടുന്ന്. മകള് എന്ത് പാടപ്പാ എനിക്കറിയില്ല. ആ സ്ഥലത്തിൻ്റെ മുടിപ്പാണ് സ്ഥലത്ത് ആടെയുള്ളത്. അറിയില്ല, ഒന്നും നമുക്കറിയില്ല. എത്ര ദിവസത്തേക്കൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് എല്ലാ ഈ ഉള്ളാളം നമ്മളെ വീട്ടിൽ നിന്ന് കാണുന്നതായിരുന്നു. പഠിച്ചുകൊണ്ടായിരുന്നു. BCA ശ്രീനിവാസ കോളേജിൽ പഠിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് 4 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. 4 ലക്ഷം റുപ്യ 4/30 ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ ഫീസ് ഞങ്ങൾ അടച്ചു. 160 അടച്ചു. പിന്നെ നമുക്ക് അടക്കാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് കോളേജിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് കട്ടായി. അങ്ങനെ ആട് ഷോപ്പിലേക്കാണ് പണിക്കുക. നമ്മുടെ വീട്ടിനടുത്ത് എൻ്റെ നാട് കീഴൂരാണ്. പക്ഷേ ഞാൻ താമസിച്ചതിപ്പോൾ ഇവൻ്റെ ഈ അസ്പാഖറിൻ്റെ വീട്ടിനടുത്താണ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ മോഡൽ ഷോപ്പിലേക്ക് ക്യാഷ് ബില്ലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെ സംഭവിച്ചത്. ആകെ 2 മാസമേ ആയുള്ളൂ അവരായിട്ട്. കോളേജിൽ നിന്ന് അത് കൊല്ലം തോറും അടക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അവിടെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സിസ്റ്റർ വീട്. അവിടെ എൻ്റെ അനിയത്തിൻ്റെ വീട്. അവിടെ ഒരാഴ്ച സംസാരിക്കാൻ അവൾ കൂട്ടാക്കുന്നില്ല. ഇല്ല, നമ്മളടുത്ത് സംസാരിക്കാൻ അവൾ 20 കഴിഞ്ഞു. 6 മാസമായി. ഒക്ടോബർ ഉണ്ട്. അവർ അവിടെ 18 കേസുണ്ട്. അവിടെ വിദ്യാനഗർ സ്റ്റേഷനിൽ അസ്പാക്ക് ഇനി ഒരു കേസ് കൂടി വന്നെങ്കിൽ അവൻ 14 വർഷം ഉള്ളിലാണ്. കാപ്പ കേസ് ഇല്ല. അപ്പോൾ പിന്നെ എൻ്റെ മോളെ എങ്ങനെയാണ് ജീവിക്കും? ഒരു കേസും കൂടി ആയെങ്കിലും ഒന്നും അവർക്ക് പറ്റില്ല. മുമ്പ് കല്യാണം കഴിച്ചു. 2 കല്യാണം കഴിച്ചെന്ന് അടുത്ത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പറഞ്ഞ് പല ആൾക്കാരും പറഞ്ഞു. എനിക്കറിയില്ല, അവർ പറയുന്നുണ്ട്. ഒന്നും നമുക്കറിയില്ല. ഒന്നും അറിയില്ല. ഞാൻ കഴിച്ചെന്ന് നമുക്കറിയുള്ളൂ. 1 കിലോമീറ്ററിൻ്റെ അടുത്ത്. അത്രേ ഉള്ളൂ. എനിക്ക് കുറേ സംശയങ്ങളുണ്ട്. കാരണം വെച്ചെങ്കിൽ അവൾ വർക്ക് ചെയ്തത് മുസ്ലിംസിൻ്റെ ഷോപ്പിലാണ്. അപ്പോൾ അടുത്ത സ്റ്റാഫുകൾ എൻ്റെ ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. അതായത് എൻ്റെ മകൾ വെച്ചെങ്കിൽ ഇപ്പോൾ രാവിലെ ಮಂಗಳೂರಿನ ಪಾಂಡೇಶ್ವರ ಮಹಿಳಾ ಠಾಣೆಯಲ್ಲಿ ಮೊಹಮ್ಮದ್ ಅಶ್ಫಾಕ್ ಮೇಲೆ ಯುವತಿಯ ಅಪಹರಣ ಪ್ರಕರಣ ದಾಖಲಾಗಿದ್ದರೂ ಯುವತಿ ತಾನೇ
ಸ್ವ ಇಚ್ಛೆಯಿಂದ ಆತನಿಗೆ ಹೋಗಿದ್ದೆ ಎಂದು ಹೇಳಿಕೆ ನೀಡಿರುವ ಹಿನ್ನೆಲೆಯಲ್ಲಿ ನಾಪತ್ತೆ ಪ್ರಕರಣ ಎನ್ನುವ ನೆಲೆಯಲ್ಲಿ ಆತನನ್ನು ಬಿಟ್ಟು ಕಳುಹಿಸಿದ್ದರು. ಪೊಲೀಸರ ಈ ಕ್ರಮಕ್ಕೆ ಹಿಂದೂ ಸಂಘಟನೆಗಳು ತೀವ್ರ ಆಕ್ಷೇಪ ವ್ಯಕ್ತಪಡಿಸಿದೆ. ವಿಶ್ವ ಹಿಂದೂ ಪರಿಷತ್ತು ಪ್ರಾಂತ ಸಹ ಕಾರ್ಯದರ್ಶಿ ಶರಣ್ ಪಂಪಲ್ ಅವರು ಮಾತನಾಡಿ, ಪೊಲೀಸ್ ಈ ಪ್ರಕರಣವನ್ನು ವಿಶೇಷವಾಗಿ ಪರಿಗಣಿಸಿ ಆತನ ಮೇಲೆ ಅಪಹರಣ ಪ್ರಕರಣ, ಇಸ್ಲಾಂ ಧರ್ಮಕ್ಕೆ ಮತಾಂತರ ಮಾಡಲು ಪ್ರಯತ್ನಿಸಿರುವ ಪ್ರಕರಣ ದಾಖಲಿಸಿ ಮತ್ತೆ ವಶಕ್ಕೆ ಪಡೆದು ಕ್ರಮ ಕೈಗೊಳ್ಳಬೇಕೆಂದು ಆಗ್ರಹಿಸಿದ್ದಾರೆ. ಅದು ಮೇರೆಗೆ ಹೋದ ಅವಳು ಪಾತಾರ ಅವಳು ಹೋದು ಪಾತಿರಲಿ ದಿನವಲ್ಲ ಪಾತಿರಲಿ ಅಲ್ಲ ಪ್ರಾಬ್ಲಮ್ ಇತ್ತು ಮೇರೆಗೆ ಅಕ್ಲ ಇಲ್ಲದ വരുന്നില്ല ആൾ പറഞ്ഞു ചേച്ചി ನಿನ್ನೆ ನೀವು ಹೋಗಿದ್ರಾ? ഇന്നലെ പോയിരുന്നു. ಅಲ್ಲಿ ಮಾತಾಡಿ എന്ത് പറയുന്നു എന്നിട്ട് ഇപ്പം അവൾ എന്ത് പറയും നിങ്ങൾ പോയ സമയത്ത്? എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ಇದು ಮಾಡಬೇಡಿ, ಈಗ ಹೋಗಬೇಡಿ ಆಯಿತಾ? ಹಾಂ ಆಯ್ತು